ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്താണെന്നറിയോ, യുദ്ധത്തിൽ വരുമ്പം കുറേ കുട്ടികൾ മരിക്കുന്നു, ആളുകൾ മരിക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കർമ്മ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ദൈവം എവിടെ പോയി, ദൈവം എന്തുകൊണ്ട് ഇവരിലൊന്നും ആക്ട് ചെയ്യുന്നില്ല? ഇങ്ങനെയുള്ള സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരം എനിക്ക് അന്നും പറയാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടി ആപ്റ്റാ തോന്നുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സ്പിരിച്വാലിറ്റിയും അല്ലെങ്കിൽ യുദ്ധങ്ങളും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. ഒന്നാലോചിച്ച് നോക്കുക. ജാതി, മതം, പൊളിറ്റിക്സ്, അതുപോലെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ സംഭവങ്ങൾ നമ്മൾ നമുക്ക് നമ്മളെ പേര്, ഐഡൻറ്റിറ്റി, ജാതി, മതം, നമ്മൾ പഠിച്ച വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ അതില്ലാത്തൊരു സ്റ്റേജില്ലേ, അതിലേക്ക് നമ്മൾ എത്താൻ പറ്റുന്നു. അന്നാണ് മാറ്റം തുടങ്ങുക. എല്ലാത്തിനും മാറ്റം വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദൈവം എന്ന് പറയുന്ന സാധനം വന്ന് രക്ഷിക്കുന്നു പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എവിടെയാണ് ദൈവം വന്നിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടുള്ളത് എവിടെയാണ് ദൈവം വരാൻ പോകുന്നത്? അങ്ങനെ ഒരു ദൈവം വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെല്ലാം അറിയാം. പക്ഷെ അത് റിയൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡൗട്ടല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാലോ അത് റിയൽ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് സൊല്യൂഷൻ ഇരിക്കുന്നത്? സൊല്യൂഷൻ ഇരിക്കുന്നത് നിങ്ങളൊരു സിസ്റ്റമോ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ ഒരു ദൈവമോ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ പറഞ്ഞ കുറേ പുസ്തകങ്ങളോ, ഇവർ പറയുന്ന ഈ സംഭവങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക, അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. അതിലുള്ള ഉത്തരങ്ങളും അതിലുള്ള ചോദ്യങ്ങളും അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. അതല്ല നിങ്ങൾ തലയിലേക്ക് എടുക്കേണ്ടത്. നിങ്ങളെന്ന വ്യക്തി, ഞാൻ പറഞ്ഞ പേര്, നിങ്ങളെ മതം, ജാതി, നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം, ഇതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടൊരു യാത്ര ചെയ്യുക. ആകുന്നിടത്താണ് മാറ്റത്തിന് തുടക്കം വരിക. അങ്ങനെ ഓരോ വ്യക്തിയും മാറുമ്പോൾ അവനവന്റെ ഉള്ളിലേക്ക് സഞ്ചരിച്ച് അവനവന്റെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയരുന്ന സമയത്ത്, നിങ്ങളിൽ മാറ്റം വരുന്ന സമയത്ത് നിങ്ങളെ കുടുംബം മാറും. നിങ്ങളെ കുടുംബം മാറുമ്പം നിങ്ങൾ സൊസൈറ്റി മാറും. സൊസൈറ്റി മാറുമ്പോൾ ഈ ലോകം മാറും. കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റി മാറും. അല്ലാതെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ മറ്റുള്ളത് ഫോളോ ചെയ്ത് പോവാതിരിക്കുക. അത് നമ്മളെ പരസ്പരം നമ്മളെ എന്താ പറയുക, മനുഷ്യരായി കാണുന്നതിനുപരി മനുഷ്യരെ ശത്രുക്കളായി കാണുന്ന തലത്തിലേക്ക് വളർത്തുകയുള്ളൂ. അപ്പം നമ്മൾ ബേസ് ഉണ്ടാക്കേണ്ടത് നമ്മളിലാണ്. അതിൽ നിന്ന് മാറ്റം വന്നോളും. എന്നോട് ചോദിക്കും, ഈ ലോകം മാറാത്ത എന്താ, ദൈവം എന്താ വരാത്തത്, ഈ ലോകം മാറാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ കുടുംബം മാറും. നിങ്ങളെ കുടുംബം മാറുമ്പോൾ നിങ്ങളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചേഞ്ച് വരും. അത് നമ്മളെ ലോകത്തിന് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ വേറെ എങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? കിട്ടില്ല. മാറ്റാനും പറ്റില്ല, മാറാനും പറ്റില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് യാത്ര ചെയ്യുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ കുറേ സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പം നമ്മൾ മറ്റൊരു മതത്തിലോ ജാതിയിലോ ഒക്കെ ഉള്ള ആളെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അവരൊരു അന്യരാണെന്ന് തോന്നുന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ യുദ്ധങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നില്ലേ, മതത്തിൻ്റെ പേരിലായിക്കോട്ടെ, ജാതിൻ്റെ പേരിലായിക്കോട്ടെ, എന്തിൻ്റെ പേരിലായിക്കോട്ടെ, അവിടെ നമ്മളും ഇതിനെല്ലാം അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാണെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ അത് നമ്മളിൽ നിന്നേ ഇല്ലാതാക്കാൻ നമുക്ക് എന്ന് കഴിയുന്നോ അന്ന് മാത്രമാണ് ലോകം മാറുള്ളൂ. അല്ലാതെ ലോകം ഒരുമിച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് മാറ്റത്തിന് തുടക്കം വരണം.